ഹേ ഗായ്സ്, ടുഡേ ഈസ് ദ സെക്കൻഡ് ഡേ ഓഫ് സ്റ്റഡി വ്ളോഗ്. അപ്പം ഇന്ന് 24-ാം തീയതി. ഇന്ന് ഞാൻ ടൈം ടേബിൾ അനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടു ഡു ലിസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടൈം ടേബിൾ പ്രകാരം ഒരു സബ്ജക്റ്റിന് ന്യൂമറിക്കൽ 4 മണിക്കൂർ പഠിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അതിൽ ഞാൻ ചെറിയൊരു വേരിയേഷൻ എടുത്തിട്ട് ഏകദേശം ഒരു 3-4 സബ്ജക്റ്റിൻ്റെ ന്യൂമറിക്കൽസ് 1 hour വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പം റിപ്പീറ്റായിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും. ഇടക്കിടക്ക് നമുക്ക് ഓരോ സബ്ജക്റ്റ് റിപ്പീറ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ അത് 4 മണിക്കൂർ GTയിൽ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യനും എൻവയോൺമെൻറ്റിൽ ഒരു 10 ക്വസ്റ്റ്യനും സർവേയിൽ ഒരു 20 ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 8:45 9 മണിയായി. അതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ച് അതിനുശേഷം പഠിക്കാനിരിക്കുന്നത് പിന്നെ ഒരു 10 മണിക്കാണ്. 10 മണിക്ക് ഞാൻ GT ഡെയിലി സബ്ജക്റ്റ് ആയിട്ടുള്ള GTയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇന്നലെ പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്തു. എന്നതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കിലുള്ള കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഏകദേശം ടു ഡു ലിസ്റ്റിൽ ആ ഒരു GT എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ടിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മനസ്സിലൊരു സന്തോഷമാണ്, ഹായ് ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയല്ലോ എന്നുള്ളത്. അതിനുശേഷം എനിക്കിനി പെൻഡിങ് ഉണ്ടായിരുന്നത് MOSൻ്റെ MCQ വർക്കൗട്ട് ചെയ്യാണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാണ്ടായിരുന്നു. പിന്നെ എൻവയോൺമെൻറ്റ് ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, ഈ 2 ദിവസമായിട്ട് ഞാൻ എൻവയോൺമെൻറ്റ് പഠിച്ചിട്ടില്ല. ആകെ എൻ്റെ നോട്ടിൽ കുറച്ച് നോട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിൻറ്റഡ് നോട്ട്സൊക്കെ ഓർഡർ തെറ്റിയതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ തീരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നോട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എൻവയോൺമെൻറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഒരു ബൂസ്റ്റ് ഷേക്ക് ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ MOSൻ്റെ MCQസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ ഏകദേശം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ എൻവയോൺമെൻറ്റ്, വേസ്റ്റ് വാട്ടറും വാട്ടർ ട്രീറ്റ്മെൻറ്റും ഞാൻ പഠിച്ചിട്ടില്ല. അത് ഞാൻ പെൻഡിങ് പറഞ്ഞിട്ടിട്ടുണ്ട്. അത് ഡെയിലി ഞാൻ കുറച്ച് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.